കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. അതിനെക്കൊണ്ട് നമുക്കൊരു കുമ്പിളപ്പം തയ്യാറാക്കിയാലോ? അധികം പഴുത്തിട്ടില്ല, അതുകൊണ്ട് മധുരം കുറവായിരിക്കും. കുരുകളഞ്ഞ ചക്കച്ചുളകൾ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം. ഇതുപോലെ നന്നായി അരഞ്ഞ ചക്കയിലേക്ക് വെല്ലം ചേർത്ത് കൊടുക്കാം. വെല്ലം ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കണേ, മിക്സിയിൽ നിന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി. ഒരു 3-4 അണി വെല്ലം ചേർത്ത് കൊടുക്കണം. വെല്ലവും ചേർത്ത് അടിച്ചതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കണ്ട. ഇനി അടിച്ചു വെച്ച പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് കുറേശ്ശെ ഗോതമ്പ് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് ഗോതമ്പ് പൊടിയല്ല, ഇതിന് കുറച്ചും കൂടി നല്ലത് അരിയാണ്. ഇവിടെ എല്ലാവർക്കും ഗോതമ്പ് പൊടി ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഗോതമ്പ് ചേർക്കുന്നത്. ഇത് നൈസായ അരിപ്പൊടി ചേർത്തുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പം നല്ല പായസത്തിൻ്റെ സ്മെല്ലാണ്. ഇതുപോലെയായ ഈ മാവിനെ നമ്മൾ ഈ കറുപ്പയുടെ ഇലയിലേക്ക് കുമ്പിൾ കുത്തിയിട്ട് നിറച്ച് കൊടുക്കണം. ഇതുപോലെ കുത്തി ഒരു ഈർക്കിലി കൊണ്ട് കുത്തി വെക്കുക. ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കണം. ഇതുപോലെ നിറച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ബാക്കി വരുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം. തയ്യാറാക്കിച്ച മാവ് മുഴുവൻ ഇങ്ങനെ കുമ്പിൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇത് കറുപ്പയുടെ ഇലയിലാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അതാകുമ്പോൾ ആ ഇലയുടെ കൂടി നല്ലൊരു മണവും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇഡ്ഡലി കലത്തിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം ഇത് ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഇഡ്ഡലി കലത്തിലേക്ക് അടുക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക.